ഈ ലോകം ഒരു കാലത്തും ഒരുപോലെ ഇരിക്കില്ല. എന്താ കാരണം? പ്രകൃതിയുടെ ഒരു സൃഷ്ടിവിശേഷമാണല്ലോ, പ്രകടന വിശേഷമാണല്ലോ ലോകം. ആ പ്രകൃതി എന്ന് പറയുന്നത് എന്താ? ഒരു സംഘാതമാണ്, ഒരു അഗ്രഗേറ്റ്, ഒരു കൂട്ടാണത്, ആകത്തുക. എന്തിൻ്റെ ആകത്തുക? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന് പറയുന്ന 3 എണ്ണത്തിൻ്റെ ആകത്തുകയാണ്. ഈ 3 എണ്ണം കൂടിയതാണ് പ്രകൃതി എന്നതിനാൽ ഇവിടെ സാത്വികമായ പലതും ഉണ്ടാവും, രാജസമായ പലതും ഉണ്ടാവും, താമസമായ പലതും ഉണ്ടാവും. അല്ലാണ്ട് സത്വത്തിനോ രജസ്സിനോ തമസിനോ മാത്രമായി ഇവിടെ കഴിഞ്ഞുകൂടാൻ പറ്റില്ല. 3ഉം ഇടകലർന്നിരിക്കും. 3ഉം ഇടകലർന്നിരിക്കുമ്പോഴും അതിൻ്റെ അനുപാതമുണ്ടല്ലോ, അതിൽ മാറ്റം വരുത്താം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കൂടുതൽ കൂടുതൽ സത്വഗുണവും അതിൻ്റെ സ്വാധീനങ്ങളും ഉണ്ടാവണം. തൊട്ട പിന്നാലെ നിൽക്കേണ്ടതാണ് രജസ്. അപ്പോൾ ഒരു തരത്തിലും വേണ്ട പ്രവൃത്തികളിൽ നിന്ന് പിൻവാങ്ങാതെ ശുഷ്കാന്തിയോടുകൂടി പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ഉത്സാഹം നിങ്ങൾക്ക് വേണം. അത് കഴിഞ്ഞാലോ പ്രവൃത്തിയെടുത്ത് ക്ഷീണിച്ച് എല്ലാവരും കിടന്നുറങ്ങും. അത് തമോ ഗുണത്തിൻ്റെ സ്വാധീനമാണ്. ഇത് 3ഉം എല്ലാവർക്കും ഉണ്ടാവും. ഇതിൻ്റെ ആനുപാതത്തിലാണ് വ്യത്യാസം വരിക. ഈ ലോകം എപ്പോഴും നീങ്ങുന്നത് സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ അതിൻ്റെ സൃഷ്ടിവിശേഷമാണ് എല്ലാം എന്നുള്ളതിനാൽ ഇത് നന്മയിലൂടെയും തിന്മയിലൂടെയും പ്രയാണം ചെയ്യും. ചിലപ്പോൾ നന്മയായിരിക്കും മുതിർന്ന് മൂപ്പത്തി നിൽക്കുന്നത്, ചിലപ്പോൾ തിന്മയായിരിക്കും. ഒരുപോലെയല്ല. ശുഭം അശുഭം എന്നിങ്ങനെ 2 പറയാമെങ്കിൽ ആ 2 എണ്ണത്തിനെ ഇടകലർത്തി ജനിപ്പിച്ചുകൊണ്ടും രസിപ്പിച്ചുകൊണ്ടും പ്രകടമാക്കിക്കൊണ്ടുമാണ് ലോകത്തിൻ്റെ നീക്കം. ഒരു വ്യക്തിയിൽ സത്വരജസ്തമോ ഗുണങ്ങൾ മാറി മാറി പ്രവർത്തിക്കുന്നത് പോലെ നമ്മുടെ സമാജത്തിലും ലോകത്തിലും സൃഷ്ടിയിലൊട്ടാകെയും സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും മാറി മാറി പ്രവർത്തിക്കും. ഒരു വ്യക്തിക്കുള്ളതുപോലെ സാത്വിക വശങ്ങൾ കുടുംബത്തിനുമുണ്ട്, സമാജത്തിനുമുണ്ട്, ലോകത്തിനൊട്ടാകെയുമുണ്ട്. എല്ലാ ഗതികളും ഒരുപോലെ നിൽക്കില്ല. ഇപ്പം നമ്മുടെ ഭൂമി എന്ത് ചെയ്യണു? ഭ്രമണം ചെയ്യുന്നു. സൂര്യനും ഇവിടെ അനങ്ങാതെ നിൽക്കുന്നതൊന്നുമില്ല, എല്ലാം ഭ്രമണാത്മകമാണ്. അതുപോലെ ഈ സത്വരജസ്തമോ ഗുണങ്ങളും ഒരുപോലെ തുറന്ന് നിൽക്കില്ല, മാറ്റം വന്നുകൊണ്ടിരിക്കും. എല്ലാം ഇവിടെ സൈക്ലിക്കാണ്, ആവർത്തിച്ചു വരുന്നതാണ്.